ഞങ്ങളിപ്പോൾ പറമ്പിക്കുളം ടൈഗർ റിസർവ് ഫോറസ്റ്റിനകത്താണ്. ഇന്നലെ ഞങ്ങൾ ടിംബർ നുക്ക് എന്നൊരു സ്റ്റേ എടുത്തായിരുന്നു. ആ സ്റ്റേക്ക് ശേഷം ചെക്കൗട്ട് ചെയ്ത് ഇപ്പോൾ വേറൊരു കിടിലം സ്റ്റേ എടുക്കാൻ പോവാണ്. ആ സ്റ്റേയുടെ പേരാണ് വെട്ടിക്കുന്ന് ഐലൻഡ് നെസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് എന്താണ് ആനകളെ കാണാൻ സാധ്യതയുണ്ട്, അനിമൽസിനെ കാണാൻ സാധ്യതയുണ്ട്. ഇതാണ് അതിശ്ശേരി അമ്മൻ ടെമ്പിൾ. ഇന്നലെ ടിംബർ നുക്ക് ഇന്നപ്പോൾ അതിന് സഫാരിയൊക്കെ ഉണ്ടായിരുന്നു. കാണുന്നതാണ് സർപ്പന്റ് ഈഗിൾ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നടന്നു വേണം ബോട്ട് റാഫ്റ്റിന്റെ സ്ഥലത്തേക്ക് പോകാനായിട്ട്. നാളെ കാണാം. അപ്പോൾ ഞങ്ങളെ രണ്ടുപേരെ സൂക്ഷിച്ച് കാട്ടിനകത്തൂടെ കൊണ്ടുപോയി താമസിപ്പിക്കാനായിട്ട് 4 പേര് കൂടെ വരുന്നുണ്ട്. ഒരു കിടു ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ അകത്ത് വെട്ടിക്കുന്ന് ഐലൻഡിലാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്നത്. ഏത് ഐലൻഡാണ്? നേരെ മുമ്പിൽ കാണുന്നില്ലേ 4.5 കിലോമീറ്റർ. അങ്ങനെ ഞങ്ങൾ വെട്ടിക്കുന്ന് ഐലൻഡിലെത്തി. ഇതേ ബോട്ട് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഹൗ ഈസ് ദി എക്സ്പീരിയൻസ് അഞ്ജലി? So far calming, now it's adventurous. കുറച്ചുണ്ട് ഗൈസ് ഇങ്ങനെ കയറാനായിട്ട്, നല്ല കയറ്റമാണ്. അങ്ങനെ ഞങ്ങൾ എത്തി വെട്ടിക്കുന്ന് ഐലൻഡ് സ്റ്റേയിലേക്ക്. കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ സ്റ്റേ. സോ ചുറ്റിനും ട്രെഞ്ചാണ്, അനിമൽസ് വരാതിരിക്കാനായിട്ട്. അതിന് നടുക്കൂട്ടൊരു പാലം കൊണ്ട് കടന്ന് അങ്ങോട്ട് പോകാനായിട്ട്. നമുക്ക് അകത്ത് പോയി ബാക്കി കാഴ്ചകളും റൂം ടൂറും ഞാൻ തരാം. അകത്ത് പോയി കഴിഞ്ഞാൽ ഇതും ഒരു ലിവിങ് റൂം പോലെയാണ്. 3 ചെയറുണ്ട്, ഒരു ടേബിൾ ഉണ്ട്. നമുക്ക് ലഞ്ച് ഡിന്നർ കഴിക്കാനായിട്ടുള്ള ഓപ്ഷൻ. ദിസ് ഈസ് ദ റൂം. സോ ബേസിക്കലി 5 മെമ്പേഴ്സിനായിട്ടുള്ള സ്റ്റേ ആണ്. പക്ഷേ ഒരു ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ ആ ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ. സിൻസ് ഞങ്ങളിപ്പോൾ 2 പേരാണ്, ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. സമയം ഇപ്പോൾ ഏകദേശം 4:30 ഞങ്ങൾ 2 പേരും പോവാണ് ട്രെക്കിങ്ങിന്. ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡും ഉണ്ട്. അഞ്ജലിയിലെ ജംഗിളിനകത്ത് പോകാൻ പേടിച്ചിരുന്നൊരു കാലമുണ്ട്. ബട്ട് ഇപ്പോൾ യൂസ് ടു ആയി. കാട്ടി കൊണ്ടുപോയി ആന ഇതുവഴി പോവോ? കാരണം ഐലൻഡ് അല്ലേ, അപ്പോൾ ആന എങ്ങനെ അകത്ത് വരും? ആ സൈഡ് വാൽപ്പാറയാണ്, തമിഴ്നാടു സൈഡാണ്. ആളുകൾ ഇതുപോലെ ബാംബു റാഫ്റ്റിൽ വരും ഇവിടെ സാൻഡൽവുഡ് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അഞ്ജലി ഈ വാച്ച് ടവറിന്റെ മുകളിൽ കയറുകയാണ്. ആനയോ? ആന ഫീമെയിലിന് മെയില് വന്നതാണ്. അപ്പൊ ഇതാണ് ഫേമസ് റെഡ് സാൻഡൽവുഡ്. പുഷ്പ മൂവിയിലെ കണ്ടവർക്ക് അറിയായിരിക്കും. കോടിക്കണക്കിന് വിലയാണ്. ഇതിപ്പോഴും ചെറുതാണ്, വലുതായിട്ടില്ല. ഡിന്നർ സമയമായി. രാത്രി ഓൾമോസ്റ്റ് 8:30 അപ്പോൾ ഇതെല്ലാമാണ് ഡിന്നർ. റൈസ് ഉണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ട്. അവിടെ കുറുക്കനാണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം സമയം ഏകദേശം 8:30. ഓക്കെ, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. എന്താണ് അഞ്ജലി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് സ്പെഷ്യൽ? ദേ പുട്ട്, അടിപൊളി പുട്ട്, പപ്പടം ആൻഡ് കടലക്കറി, മുട്ടക്കറി. पीकॉक के साथ ब्रेकफास्ट कर रहे हैं हम लोग.